പാലാരിവട്ടമുണ്ട്. കൊച്ചിയിൽ പാലാരിവട്ടമുണ്ടല്ലോ, പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്ന് എറണാകുളം പോകുന്ന ഒരു വൺ വേ ഉണ്ട്. ആ വൺ വേയിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ശരിക്കും IT മേഖലയും ബാക്കി എല്ലാം കൊണ്ടും ആൾക്കാരെ കൊണ്ട് തിരഞ്ഞു നിൽക്കുകയാണല്ലോ ഇപ്പോൾ കൊച്ചിയിലെ ബാക്കി എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഒരു വിധത്തിൽ. നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് പീപ്പിൾസ്, അതായത് മറ്റുള്ളടത്ത് നിന്ന് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ ആൾക്കാർക്കൊക്കെ ശരിക്കും ഭക്ഷണത്തിനൊക്കെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ നമ്മുടെ തട്ടുകടകളാണ്. ശരിയല്ലേ? ഈ തട്ടുകടകളിലേക്ക് നമ്മൾ ഇന്ന് എന്താ പറയുക, ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ തട്ടുകട തന്നെയാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് വന്ന് എപ്പോഴും കഴിക്കാനും ശരിക്കും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ്സും ബാക്കി കാര്യങ്ങളും ടേസ്റ്റും എല്ലാം തട്ടുകട കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ഒരു റപ്പായി എന്ന് പറഞ്ഞ ഒരു തട്ടുകട, ഫേമസ് തട്ടുകട. നല്ല തിരക്കാണ് ഇവിടെ. നമ്മൾ കൊച്ചിയിൽ പാലാരിവട്ടത്ത് നിന്ന് എറണാകുളം പോകുന്ന വൺ വേയിലാണ് നമ്മുടെ റപ്പായിസ് ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമല്ലേ. വാ. റപ്പായിസ് ഇറങ്ങുമ്പോൾ ഇടനെ പോയി. നമസ്കാരം. ബെൻചേട്ടൻ തന്നെയാണ് ദോശ പറഞ്ഞത്. പിന്നെ നമ്മള് ആശാൻ എന്ന് പറഞ്ഞ ഒരു 16 വർഷം വർക്ക് ചെയ്തൊരു മാളയിലുള്ള സുകുമാരൻ നായർ എന്ന് പറഞ്ഞ ആളായിരുന്നു നമ്മുടെ ആദ്യത്തെ ദോശക്കാരൻ. പുള്ളി ഒരു കുറച്ച് നാളത്തെ ലീവിന് പോയേക്കണേന്, ട്രീറ്റ്മെൻ്റ് ആയിട്ട് പോയേക്കണേന്. അപ്പം പിന്നെ ഞാനാണ്, എന്നെ പുള്ളി പഠിപ്പിച്ച് വർഷങ്ങളായിട്ട് നമ്മളും പുള്ളിയുടെ കൂടെ തന്നെ ചെയ്തുകൊണ്ട് പറഞ്ഞ പോലെ ഇതാണ് ബെൻസി ചേട്ടൻ. അത് പറഞ്ഞില്ല, ബെൻസി ചേട്ടൻ്റെ ആണ് നമ്മുടെ റപ്പായിസ്. ബെൻസി ചേട്ടൻ മാത്രമാണോ? ഇല്ല, ഞങ്ങള് 4 ബ്രദേഴ്സാണ്. 4 ബ്രദേഴ്സിൽ ഒരാള് തട്ടുംപുറം എന്ന് പറഞ്ഞ അപ്പുറത്ത് റപ്പായിസ് തട്ടുംപുറം അതുണ്ട്. പിന്നെ റപ്പായിസ് ഇത് മാത്രമല്ല, റപ്പായിസ് തട്ടുംപുറം ഉണ്ട്, തൊട്ടപ്പുറത്ത് തന്നെയാണ്. പിന്നെ ആർട്ട് ഗാലറി എന്ന് പറഞ്ഞ്, മൗണ്ടേജ് ഗാലറി എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് ഒരു അപ്പച്ചനായിട്ട് തുടങ്ങി വെച്ച ഒരു ഫ്രെയിം വർക്ക്, ആർട്ട് വർക്ക് ഉണ്ട്. അത് മൂത്ത ചേട്ടായി അത് നോക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട് പുള്ളി. ഇപ്പോ സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ തന്നെ ഇതിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇതേ ശരിക്കും റപ്പായിന്ന് പേരിടാൻ കാര്യം എന്താണ്? ചിലപ്പോ ശരിക്കും നമ്മുടെ റപ്പായി ഇല്ലേ, പുള്ളിക്കാരന്റെ വല്ല കസിനോ അങ്ങനെ എന്തെങ്കിലും? കസിനായിട്ടല്ല, തീറ്റ റപ്പായിന് നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞ പുള്ളിയുടെ കാലഘട്ടത്തിൽ ഇവിടെ TV ചാനൽ കുറവായ കാരണം അതിന്റെ കുറവാണ് പുള്ളിക്ക് ആ ഒരു തീറ്റ വളരെയധികം ഭക്ഷണം കഴിക്കുന്ന ആളെ നമുക്ക് പ്രോത്സാഹനം കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ പേരിൽ തുടങ്ങണം, പുള്ളിക്കൊരു പ്രോത്സാഹനമാണ്. അങ്ങനെ തീറ്റ റപ്പായി എന്നുള്ള ആ റപ്പായി ചേട്ടനെ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. പുള്ളിനെ വെച്ചൊരു ഡോക്യുമെന്ററി ഒക്കെ ചെയ്യണം ഉദ്ഘാടനം ചെയ്തത്. അന്ന് 36 ഇഡ്ഡലി കഴിച്ചാണ് പുള്ളി ഉദ്ഘാടനം ചെയ്തത്. ഞാൻ 2 കടയും എല്ലാ ഓണത്തിനും പുള്ളിയെ പോയി കാണുകയും പുള്ളിക്ക് ഓണക്കോടി കൊടുക്കാനുള്ള ഇത് ഞങ്ങളുണ്ടായിരുന്നു, ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ബെൻസി ചേട്ടാ, നമ്മള് ശരിക്കും റപ്പായിസ് തുടങ്ങിയിട്ട് എത്ര നാളായി? നമ്മളിപ്പോ 17 വർഷമായി. 17 വർഷം കഴിഞ്ഞു. 17 വർഷമായിട്ട് നമ്മുടെ റപ്പായിസ് ഉണ്ട്. ശരിക്കും ഇത് തട്ടുകടയായിട്ട് തന്നെയാണ്. തട്ടുകടയായിട്ട് തന്നെയാണ്. ഞങ്ങളാണ് പുറത്തോട്ടുള്ള തട്ടുകട വിധത്തിൽ അങ്ങനെ കൊണ്ടുവന്നത്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത ഞങ്ങളുടെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ദോശയും ചിക്കനുമാണ്. ദോശയും ചിക്കനും ഞാൻ പറഞ്ഞു, തണുപ്പും ചൂടും ഒരു ക്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ദോശ തണുപ്പും ചൂട് ചിക്കനും അതും കൂടി അങ്ങനെ ഒരു ഇത് ഞങ്ങളുടെ മൂത്ത ബ്രദറിന്റെ ഒരു കഴിവ് തന്നെയാണ്. പുള്ളിയാണ് അതിന്റെ ഇതില് ബെന്നി എന്ന് പറഞ്ഞത്. ബെന്നി എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ ബെന്നിച്ചേട്ടന്റെ ആ ഒരു എല്ലാം മേൽനോട്ടമാണ് ഞങ്ങളെല്ലാം നടത്തുന്നത്. ശരിക്കും പറയുന്നത് നല്ലൊരു തിരക്കുള്ളതാണ്. ശരിക്കും പാലാരിവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ തന്നെ MG റോഡ് പാലാരിവട്ടം ഇങ്ങനെ പറഞ്ഞാൽ നല്ല റഷ് ഉള്ള എറണാകുളത്തിന്റെ എൻട്രൻസ് ഓഫ് ഗേറ്റ് പാലാരിവട്ടം ആണ് ശരിക്കും. പിന്നെയാണ് വൈറ്റില, ഇപ്പോഴാണ് വൈറ്റില ശരിക്കും നമ്മുടെ സാധാരണ ആൾക്കാർക്കും പിന്നെ മറ്റേ ഫ്ലോട്ടിംഗ് പീപ്പിൾസ് ഒക്കെ ഇല്ലേ, പലയിടത്തും വന്ന് ജോലി ചെയ്യുന്നവര്, അവർക്ക് ശരിക്കും നമ്മൾ തട്ടുകടയാണ് അവർക്ക് ആശ്രയം. റേറ്റിന് അവർക്ക് നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക. ആ ഒരു ഇതിൽ തന്നെ നമ്മൾ അത് ചെയ്തത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പലപ്പോഴായാലും ജോലി സമയം കഴിഞ്ഞിട്ട് വരുമ്പോഴും നമുക്ക് വേറെ ആശ്രയങ്ങളൊന്നുമില്ല. തട്ടുകട എവിടെ കിട്ടും, നമുക്ക് ആ ഒരു സ്വാദിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഭക്ഷണം അങ്ങ് കഴിക്കാനും പറ്റും. അപ്പൊ അത് തന്നെയാണ് ആ ഒരു ഇതിൽ തന്നെ ഞങ്ങളുടെ വിജയവും അവരുടെ ഒരു പ്രോത്സാഹനവും. എന്നും അന്ന് തുടങ്ങി കഴിച്ചേക്കുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മുടെ മറ്റേ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ച് ഇപ്പോൾ അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോയി അവർ തിരിച്ച് ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മളെ തന്നെ അന്വേഷിച്ച് വന്നിട്ട് അവരുടെ ഒരു പ്രോത്സാഹനം നമുക്ക് തരാം. അതാണ് നമ്മൾ എപ്പോഴും നല്ല ഭക്ഷണങ്ങളും ബാക്കി എല്ലാ സംഭവങ്ങളും നന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ എവിടെയായാലും എടുത്തു വരും അല്ലേ. ശരിക്കും നല്ല തിരക്കായിരുന്നു, നല്ല വണ്ടികളുടെ ശബ്ദമൊക്കെ ഡിസ്റ്റർബ് ചെയ്യും. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ മെയിൻ ആയിട്ട് ദോശ ചിക്കൻ ഇതൊക്കെ ഉണ്ട്. ബാക്കി എന്തൊക്കെ നമ്മളോട് കൊടുക്കും? പൊറോട്ട ഉണ്ട്, നൈസ് പത്തിരി ഉണ്ട്,
ഓക്കെ. ബെൻസിയായിട്ട് തന്നെ ഇടോ മൊത്തം cooking ഏകദേശം എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു. ചേട്ടൻ തന്നെ ഇപ്പൊ നിന്ന് വന്ന് ചെയ്യണ ചേട്ടൻ തന്നെ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ സുകുമാരൻ നായരുണ്ടെങ്കിൽ പുള്ളി ചെയ്യും. പുള്ളി ലീവ് ആയതുകൊണ്ട് ഞാൻ കയറണം. അല്ലെങ്കിൽ ഞാൻ തന്നെ ആളില്ലെങ്കിൽ ഞാൻ തന്നെ കയറണം. ചേട്ടൻ തന്നെ ചെയ്യണം. അപ്പൊ നമുക്കൊരു എഗ് ദോശ ഇട്ട് കളയാം. ഇത് തന്നെ നമുക്ക് എന്തിനാണെന്ന് വെച്ചാല് ഇത് തന്നെ ഞാനിപ്പോ ചോദിക്കാൻ വന്നുള്ളൂ. എണ്ണ വേപ്പറായി പോകാനാണ് നമ്മൾ ഈ വെള്ളം തെളിക്കുന്നത്. അപ്പൊ അതൊരു മിനുസം കിട്ടും നമുക്ക്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ചോദിക്കാൻ വന്നു നമുക്ക് ഇന്ന് എന്താ ഉണ്ടായി തരാൻ പോണേന്ന്. അപ്പോഴത്തേക്കും ചേട്ടൻ നമുക്ക് ഉണ്ടായി തരാൻ പോണേ നല്ല എഗ് ദോശ. ഇതെല്ലാം പെട്ടെന്നാണ്, കാരണം നമുക്ക് ഇവിടെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം സ്പെഷ്യലാണ് ഇവിടെ. നമുക്ക് എല്ലാം നോക്കാം അല്ലേ? അതെ, ആയിക്കോട്ടെ. അതാണ് ഇത് എന്തായിട്ടാ നമ്മള് ഇത് കോക്കനട്ട് ചട്നി. ചട്നി ഇത് നല്ല കട്ട ചട്നി ആട്ടോ. അതെ, നല്ല കട്ട ചട്നിയാണ് ശരിക്കും പറഞ്ഞ കട്ട ചട്നി. പിന്നെ തക്കാളി ചട്നി. തക്കാളി ചട്നി ഇപ്പൊ ഇത് രണ്ടും കൂടി ഫസ്റ്റ് നമ്മൾ തേക്കും ഓൾറെഡി. ശരിക്കും ഇത് ഇങ്ങനെ തേക്കുമ്പോ എന്തായാലും നമുക്ക് വേറെ ചട്നിയുടെ ആവശ്യമില്ലെന്നാണോ അതോ ആ ടേസ്റ്റ് കൂടി വരാൻ? ഒരു പുളിപ്പും ഇത് അതിന്റെ ഒരു മധുരിപ്പും കൂടി അതിൽ നമുക്ക് കിട്ടും. ദോശയുടെ ഒപ്പം തന്നെ കിട്ടും. ഇതിൽ എഗ്ഗ് ഒഴിച്ച് നമുക്ക് എഗ് ദോശ വേണേ എഗ് ദോശ, കീമ ദോശ വേണേ കീമ ദോശ. ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് നോൺ വെജ് അടിക്കാം. ഏതില് ദോശയിൽ തന്നെ ദോശ പലതരത്തിൽ നമുക്ക് എടുക്കാം. സാധാ ദോശ ഉണ്ട്. ഞാൻ നേരത്തെ പ്ലെയിൻ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടൻ. അതെ, പ്ലെയിൻ ദോശയും ചിക്കനുമാണ് നമ്മുടെ വെറൈറ്റി. ഇപ്പൊ കീമ ദോശ അടിക്കുകയാണെങ്കിൽ കീമ ദോശ നമുക്ക് കാണിച്ചു തരാം. അതെന്ന് വെച്ചാൽ ചിക്കൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞ് അത് ഒലത്തിയെടുക്കും. ഉള്ളിയിട്ട് ഒലത്തിയെടുത്തിട്ട് ദോശയിൽ നമുക്ക് മസാല ഇവിടെ ഒന്നും പതുക്കെയല്ല, എല്ലാ സ്പീഡിൽ തന്നെ. ആൾക്കാർ നേരെ വരുന്നു, ഭക്ഷണം നന്നായിട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് നമുക്ക് സ്പീഡാണല്ലോ. എളുപ്പം ദോശ കിട്ടണം, എന്തായാലും എളുപ്പം കിട്ടണം. അത് ദോശ മാത്രല്ല, അവിടെ പൊറോട്ട അടിക്കുന്നുണ്ട്. കൊതിയായിട്ട് വയ്യ. അത് വൺ സൈഡും അല്ല, ഡബിൾ സൈഡ് ആണ് ഇത് പൊളിക്കും. അപ്പൊ ഇത് ദോശ ഓൾറെഡി നമ്മൾ തക്കാളി ചട്നി, കോക്കനട്ട് ചട്നി, പിന്നെ ഓണിയൻ, സവോള, പച്ചമുളക് എല്ലാം കൂടി അരിഞ്ഞിട്ട് മുട്ടയും കൂടി ഇട്ട്. ഇനി ഇതിന്റെ ഒപ്പം നമ്മൾ എന്താണ് കറി ആയിട്ട് കൊടുക്കുന്നത്? ഇപ്പൊ ഇതിന്റെ ഒപ്പം നമുക്ക് ചട്നിയും സാമ്പാറുണ്ട്, പിന്നെ ചിക്കൻ്റെ ചിക്കൻ കൊടുക്കുമ്പോൾ ചിക്കൻ്റെ പൊടി, ഇത് ചിക്കൻ എല്ലാം കൂടി കൊടുക്കാം. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ പൊടി നല്ല സ്പെഷ്യാലിറ്റിയാണ്. പൊടിയാണ് ആൾക്കാർക്ക് വേണ്ടത്. പൊടിയാണ് ഏറ്റവും കൂടുതൽ ഒരു കാല്. അതെ, എഗ് ദോശ. നമുക്കുള്ള എഗ് ദോശ അവിടെ ആയിട്ടുണ്ട്, അതവിടെ ഇരിക്കും.